വയനാട്ടെ മത്സരം ചർച്ചയാവുന്നത് രാഹുലിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അവിടേക്ക് BJP ശക്തമായ ഒരു നേതാവിനെ നേരത്തെ പറഞ്ഞ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നു. ആനി രാജ കൂടി മത്സരത്തിൻ്റെ കളത്തിലേക്ക് വരുന്നു. ഇവിടെ കോൺഗ്രസ് എന്തുകൊണ്ട് വയനാട് സുരക്ഷിതമായ താവളമാക്കുന്നു എന്നത് പറഞ്ഞാൽ അതിൻ്റെ സാന്നിധ്യം മുസ്ലിം ലീഗിൻ്റെ പിന്തുണയാണ്. അവിടെ ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ കൊടി വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഒരു മത്സരത്തിലേക്ക് പോയി. വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ജയിക്കുമോ തോക്കുന്നുള്ളൂ. അവിടെ രാഹുലിൻ്റെ വോട്ട് ഒരു 10 വോട്ടെങ്കിലും കുറഞ്ഞാൽ അത് ഏത് തരത്തിലാവും ചർച്ചയാകുക? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ 5 വർഷത്തെ MP എന്നുള്ള പെർഫോമൻസിൻ്റെ ബേസിൽ തന്നെയായിരിക്കും അത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വരുമ്പോൾ ഇദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇത്തവണ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള തോന്നലുകളൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞോളം നമ്മൾ പ്രധാനമന്ത്രിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള തലത്തിലൊരു ക്യാമ്പയിൻ താഴെത്തട്ടിൽ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനത്തെ ക്യാമ്പയിനൊന്നുമില്ല. അതായത് ഇദ്ദേഹം ജയിച്ചാലും ഒന്നും ആകാൻ പോകുന്നില്ല, ഇദ്ദേഹം വേറെ നിവൃത്തിയൊന്നും ഇല്ലാണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാണ് എന്നുള്ള ആൾക്കാർക്ക് ഒരു കഴിഞ്ഞ തവണ വരുമ്പോൾ ഒരു ഒരു അല്ലെങ്കിൽ ഒരു പ്രമാണി വരുന്നു എന്നുള്ള തലത്തിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അയ്യോ ക്ഷയിച്ചു പോയ ഒരു കുടുംബത്തിലെ ആൾ ഒരു നിവൃത്തിയില്ലാണ്ട് ഇവിടെ വന്ന് അത്താഴ പഷ്ണിക്കാരനായിട്ട് കിടക്കുകയാണ്, എന്തെങ്കിലും കൊടുത്ത് വിട്ടേക്കാം എന്ന് പറയുന്ന തലത്തിലേക്ക് ആ സാധനം പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആ ഇമേജ്. അതുകൊണ്ട് തന്നെ വോട്ട് വളരെ ഗണ്യമായിട്ട് കുറയും എന്നുള്ള യാതൊരു സംശയവുമില്ല. അതിൽ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിനുള്ള പങ്കെത്രത്തോളമുണ്ട് ഈ വോട്ട് കുറയുന്നതിൽ? അതെ, അത് കാരണം ഒന്ന് ഇപ്പോൾ കേരളത്തിലൊരു കമ്മ്യൂണിസം ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുണ്ട്, ഇതെല്ലാം കൂടി ചേർന്നതാണല്ലോ. അപ്പോൾ ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് തന്നെയാണ് സ്വാഭാവികമായിട്ട് കേരളത്തിന് നമ്മൾ ആക്ച്വലി പൊളിറ്റിക്കലി തെറ്റാണെങ്കിൽ പോലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആൻഡ് ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് എന്നാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിലുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും ആനി രാജയ്ക്ക് തന്നെ വോട്ട് ചെയ്യും. കുറച്ച് പേര് അല്ലാതെ അവരുടെ തന്നെ നേതാവാണെന്നുള്ളതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കും വോട്ട് ചെയ്യുന്നുണ്ടാവും പ്രത്യേകം. പക്ഷേ ഈ ആനി രാജയ്ക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത, കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എന്നാൽ പിന്നെ രാഹുൽ ഗാന്ധിക്ക് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാവും. ആ വിഭാഗത്തിന് വളരെ കൃത്യമായിട്ടും അല്ലാത്തൊരു ലീഡറെ ലഭിച്ചു എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം. കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, ആനി രാജ മത്സരിക്കുന്നു. ഇവർ രണ്ടുപേരും വളരെ പ്രമുഖരായ നേതാക്കൾ തന്നെയാണ്. അതോടൊപ്പം BJPയുടെ സ്ഥാനാർത്ഥി കേരളത്തിലെ ഏറ്റവും അവൈലബിൾ ബെസ്റ്റായിട്ടുള്ളൊരു വ്യക്തിയെ തന്നെ അവിടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രാഹുൽ വിരുദ്ധ, ആനി രാജ വിരുദ്ധ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ വളരെ കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആകും എന്നുള്ളതാണ്. അത് മാത്രമല്ല BJPക്ക് അവിടെ നല്ല ശതമാനം അടിസ്ഥാനമുണ്ട്, പ്രവർത്തകരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പൊളിറ്റിക്കൽ ട്രാക്ക് റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നിടത്തെല്ലാം വോട്ട് ഒരു ഡബിളോ ട്രിപ്പിളോ ആക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് 100% വയനാട്ടിലുണ്ടാവും. ഈ വയനാട്ടിൽ ആനി രാജ രാഹുൽ മത്സരം ഒരു ദേശീയ രാഷ്ട്രീയ, അതായത് വയനാടിൻ്റെ തൊട്ടതൊരു അവർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ അവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നത് പിന്നീട്. അപ്പോൾ CPIയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അവർക്ക് വിരൽ ചൂണ്ടാൻ പറ്റുന്ന രാഹുലിലേക്കാണ്. ഇവർ തമ്മിലുള്ള മത്സരം അത് കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു. അതിനെങ്ങനെ വിലയിരുത്താം? കേരളത്തിലെ ജനങ്ങൾ കുറെ കാലമായിട്ട് ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പരിധിവരെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്ക് CPM വളരെയധികം താഴെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം ഇവർക്ക് വോട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ വാളയാറ് കടന്നു കഴിഞ്ഞാൽ ഇവരൊന്നാണ് എന്നുള്ള ഒരു തോന്നൽ പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ പൊളിറ്റിക്കലി ഇവർ പിന്നെ ഇപ്പോഴാണ് അവർ കുറച്ചുകൂടി ഒരു പറയുന്ന പോലെ ഒരു മുന്നണി സംവിധാനമൊക്കെ INDIA ഒരു മുന്നണി സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നത്. ഈ മുന്നണി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാധ്യമങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാതെ വിടുന്ന കുറേ സാധനങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾക്ക് BJP എതിർക്കാം, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ BJP എതിർക്കുക എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നേരിടാൻ പോയിട്ട് കാര്യമില്ല. കാരണം BJP കോൺഗ്രസിനെ എതിർക്കുക എന്ന് പറയുന്ന സാധനം വെച്ചുകൊണ്ടല്ല പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നതും അധികാരത്തിൽ എത്തിയിരിക്കുന്നതും. നമ്മൾ നമ്മുടേതായ ഒരു വിഷൻ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പിലോട്ട് വന്നിരിക്കുന്നത്. നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, ഭാരതീയമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ പൊളിറ്റിക്സ് പറഞ്ഞിട്ടാണ് നമ്മൾ മുമ്പോട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പൊളിറ്റിക്സ് എന്താണ്? ആ പൊളിറ്റിക്സിനകത്ത് നിങ്ങൾക്ക് എന്താണ് നയം? 543 ലോക്സഭാ സീറ്റുണ്ട്, 650 സ്ഥാനാർത്ഥികളുമുണ്ട്. നിങ്ങളുടെ ലീഡർ ആരാണെന്ന് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അവിടെ അടി തുടങ്ങുവാണ്. എന്തിനേറെ പറയണം, സമോസ തന്നില്ല, അണ്ടിപ്പരിപ്പ് വെച്ചില്ല എന്ന് പറഞ്ഞു വരെ അവിടെ തല്ലാണ്. പിന്നെ അവരുടെ മീറ്റിങ്ങിൽ തന്നെ, അവരുടെ ഈ പറയുന്ന മുന്നണി മീറ്റിങ്ങിൽ തന്നെ ഒരാൾ ഹിന്ദി പറയുന്നു, DMK-ക്കാർ എഴുന്നേറ്റ് നിന്നിട്ട് ഹിന്ദി தெரியாതെ പോടാന്ന് പറയുന്നു, ഹിന്ദി പഠിച്ചിട്ട് വരാൻ പറയുന്നു. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട്
ഇവർക്കൊരു പ്രതിപക്ഷത്തൊരു മുന്നണി സംവിധാനം ഉണ്ടാകുമ്പോൾ തന്നെ തമ്മിത്തല്ലാണ്. അപ്പോൾ ഈ തമ്മിത്തല്ലാണ് ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് വയനാട്ടിലും റിഫ്ലക്റ്റ് ആകുന്നത്. അവരൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ നിർത്തിയിരിക്കുന്നു, എന്നിട്ട് അയാൾ കൊള്ളരുതാത്തവനാണ്, ഇയാൾ 5 വർഷമായിട്ട് MP ആയിട്ട് ഇവിടെ ഒന്നും ചെയ്യാത്തവനാണ് എന്ന് പറഞ്ഞ് അവർ തന്നെ ക്യാമ്പയിൻ നടത്തുന്നു. ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അവരുടെ വിദ്യാർത്ഥി സംഘടന തന്നെ കൊണ്ടുപോയിട്ട് വാഴ കൊണ്ടുവയ്ക്കുന്നു. എന്താണ് ഇവർ ഇത്രയും നാൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മെസ്സേജ്? അപ്പോൾ പിന്നെ ഈ ആനി രാജ മത്സരിക്കുമ്പോൾ ജനം എന്തിനാണ് ഇവരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്? ഈ ഒരു പ്രശ്നമുണ്ട്. ഇത് തീർച്ചയായിട്ടും വോട്ടിങ്ങിൽ റിഫ്ലക്റ്റ് ആവും. ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു നിലനിൽപ്പ്, UDF മുന്നണിയിലുള്ളൊരു നിലനിൽപ്പ്, അത് ഈ തിരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ തീരുമാനമാകുമെന്ന് വിലയിരുത്താൻ കഴിയും? അതിനൊരു വലിയ സാധ്യതയുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള, കൾച്ചറലി ഫോർവേഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി കാണുന്ന 2 പ്രദേശങ്ങളിലാണ്. ഒന്ന് പർട്ടിക്കുലർലി കേരളത്തിൽ, പിന്നെ ഒന്ന് നമ്മൾ ഹൈദരാബാദിലാണ്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന 2 സ്ഥലത്തും ഒരു മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവരുടെ ഒരു ഇതുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം ഒരുപാട് അവർക്ക് വ്യവസായ വകുപ്പ് അവർ കൈകാര്യം ചെയ്തിരുന്നപ്പോഴായിരുന്നാലും മറ്റു പല കാര്യങ്ങളിലായിരുന്നാലും മറ്റെങ്ങും ഇല്ലാത്ത ഒരു പ്രോമിനൻസ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കേരളത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്, ഈ പറയുന്ന വ്യാപാര സംബന്ധമായ മേഖലകളിലെല്ലാത്തിലും. അപ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് പർട്ടിക്കുലർലി അങ്ങനെ അധികാരമില്ലാതെ അധികകാലം നിലനിന്ന് പോകാൻ കഴിയില്ല. 10 വർഷം അധികാരത്തിൽ നിന്ന് പുറത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ആ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓക്കെ, CPM-നകത്ത് അവർക്ക് ഒരു പ്രോമിനൻസ് കിട്ടുന്നുണ്ട്, അവർക്ക് മറ്റു പലരെക്കാളിലും പ്രോമിനൻസ് കിട്ടുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മറ്റൊരാളുടെ വീട്ടിൽ സ്വാതന്ത്ര്യത്തോടു കൂടി നിൽക്കുന്നതും സ്വന്തം വീട്ടിൽ നിൽക്കുന്നതും തമ്മിലുണ്ടാകുന്ന ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സാധനം അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് അത് എത്ര കാലം അതങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൻ്റെ ഭാഗമായി നിൽക്കാനുള്ള ഒരു വഴി അവർ അന്വേഷിച്ചാലേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ മോശമായി പെർഫോം ചെയ്യുകയും വോട്ട് താഴുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർക്കത് പുറത്തേക്ക് പോകാനുള്ള ഒരു റീസൺ കൂടിയാവുകയാണ്. ഒരു പക്ഷേ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ വയനാട് വിഷയത്തിലെങ്കിലും ഒരു പക്ഷേ ഒരു പരസ്യ തർക്കത്തിലേക്ക് പോകും, ഒരു ഫ്രിക്ഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇദ്ദേഹം റായ്ബറേലിയിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നിരിക്കട്ടെ, വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ, ആ സമയത്ത് സ്വാഭാവികമായിട്ടും ലീഗ് ഇവിടെ ക്ലെയിം വയ്ക്കും. വീണ്ടും ഒരു ഫ്രിക്ഷൻ്റെ സാധ്യതയാണ് വരാൻ പോകുന്നത്. നേരത്തെ തന്നെ അവർ അധിക സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ, അപ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ്റെ സാധ്യതയാണ് വീണ്ടും ഡെവലപ്പായിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്.